ഹലോ, ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാട്ടാ. അപ്പോൾ ഇന്ന് ഉച്ചവരെ ഞാൻ ഷോപ്പിലുണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ച്. ഷേവക്കടുത്ത് ഞാൻ പൈസ മേടിക്കാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ജിമ്മിലേക്ക് കുറച്ച് ഡ്രസ്സ് വേണേനും, കുറച്ചൊന്നല്ല ഒരു 2 ജോഡി. അപ്പോൾ ഞാൻ നമ്മുടെ മമ്മി ബേബി പോയിട്ട് 2 ജോഡി ഡ്രസ്സും എടുത്ത് ജിമ്മിൽ പോകുമ്പോൾ ഇടാം, പുറത്ത് പോകുമ്പോൾ ഇടാം, അങ്ങനെയുള്ള ഭാഗത്തിലുള്ള 2 ജോഡി ഡ്രസ്സും എടുത്ത് വേറെ 2 ഐറ്റംസ് എടുത്തിട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് ഷേവക്കാൻ്റെ കടയിലേക്ക്. അവിടെ പോയി കാത്തുനിന്ന് അപ്പോഴത്തേക്ക് ഷേവക്ക പെറുക്കുന്നു വന്നിട്ടില്ല. രാത്രി വൈകിട്ട് വരുന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ആവശ്യത്തിനാ വലിച്ചിന്. രാവിലെ ഞാൻ 200 പൊക്കീനായിരുന്നു. 1050 രൂപയും കൂടി മേടിച്ചിട്ട് ഞാൻ നേരെ ഡ്രസ്സ് ഇടാൻ പോയി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഡ്രസ്സ് ഇട്ടിട്ടില്ലേ? എന്നാലും ഇത് പഴയ ഡ്രസ്സ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് ഷോപ്പിൽ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഈ ടോപ്പിന് വൈറ്റ് കളർ പാൻറ്റൈനും എടുത്തിന്. പക്ഷെ ആ വൈറ്റ് കളർ എനിക്ക് നല്ല മാച്ച് ഉണ്ട്. പക്ഷെ എനിക്കൊരു സൂട്ട് ആകാത്തതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് എടുത്തു, ഗ്രേ കളർ പോലത്തെ ഒരു ഷെയ്ഡ് എടുത്തു. ബാക്കി ഡ്രസ്സ് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ നേരെ തളിപ്പറമ്പ് ബസ് കയറാൻ വേണ്ടിയിട്ട് ശ്രീകണ്ഠപുരം ടൗണിൽ പോയി ബസ്സിൽ കയറി എടുത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് ഞാൻ പറഞ്ഞു അനിയത്തിയും കൂടി കയറിയിട്ട് ഒന്നിച്ചെടുക്കാം. അനിയത്തിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഏറ്റവും ഇളയ അനിയത്തി. അങ്ങനെ ഓളെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇന്ന ബസ്സിൽ ഞാനുണ്ട്. അങ്ങനെ ഓളെ അവിടെ നിന്ന് കയറി ഓളയും എന്നെയും കൂടി ടിക്കറ്റ് അതിന് ശേഷം ഞാൻ എടുത്ത്. അങ്ങനെ സഹകരണ ആശുപത്രി തളിപ്പറമ്പ് എത്തി. നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനാണ് പോയിന്, ബൽക്കീസ് ഡോക്ടറാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് ആദ്യമായിട്ടാണോ കാണിക്കുന്നതെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ആന്ന്. പക്ഷേ 2-3 വർഷം മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം വീട്ടിൽ പോയിട്ട്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 100 പേജിൻ്റെ നോട്ട് മേടിച്ചിട്ട് പോകാം. നമ്മൾ 100 പേജിൻ്റെ നോട്ട് മേടിക്കാൻ പോയ ഒരു ചായയും ബ്രെഡിൻ്റെ ഒരു രസമില്ല കേട്ടാ. ചായ കടുപ്പം കൂടിയതാക്കും, കടുപ്പം കുറഞ്ഞതായിരിക്കും. പിന്നെ ബ്രെഡിന്റെ ഒരു കടിയും പിന്നെ ഉഴുന്ന് വടിയും ടേസ്റ്റ് ഇല്ല. എങ്ങനെയല്ലോ അത് പൈസ കൊടുത്ത് മേടിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിൽ. നമുക്ക് കിട്ടിയത് 24 ടോക്കനാട്ടോ. നമ്മൾ പോകുമ്പോൾ തന്നെ 1ാമത്തെ ടോക്കനായിരുന്നു. നമ്മളങ്ങനെ കുറെ ലുഡോ എല്ലാം കളിച്ച്. ലുഡോ 2 ഓളാ ചെയ്തു. പിന്നെ ഓൾ എന്തെല്ലോ നൂലിനെ കൊണ്ട് ഉണ്ടാക്കി ഷൂസ്, ഉടുപ്പ്, അങ്ങനത്തെ എല്ലാം എനിക്ക് കാണിച്ചു തന്നിട്ടാ ഫോണിൽ. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ കൈയിന്റെ മോതിരവും വാച്ചും കൈയൊക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ചു. മുന്നേ കാണിച്ചത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരാഴ്ചത്തേക്ക് ഗുളിക തന്നു. എന്തിനാ ഡോക്ടറെ കാണിച്ചതെന്ന് വിചാരിച്ചു. ഡോക്ടർ പറഞ്ഞത് ഡിപ്രഷനും OCD കാരണം ഡിപ്രഷൻ ഉണ്ടാവുന്നത്. കാരണം എനിക്ക് ഫുഡ് വേണ്ട, ഭയങ്കര ഇടക്കിടക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് ഔട്ടായി പോകുന്നു. ചില സമയത്ത് മരിച്ചേക്കാന്ന് വിചാരിക്കും, ചില സമയത്ത് വണ്ടി വന്നിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിക്കും. അങ്ങനെ എന്തൊക്കെയോ മൈൻഡ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ചിന്തകൾ. എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ട. ഓരോ രോഗത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. മനസ്സിന് പറ്റുന്ന വിഷമം എന്ന് വെച്ചാൽ അമ്മാതിരി പ്രശ്നങ്ങളാണ്. മനസ്സ് കൈവിട്ട് പോയാലെല്ലാം പോയി. കാരണം മരിച്ചക്കാന്ന് വരെ തോന്നും. എനിക്ക് മുന്നേ ഡിപ്രഷൻ്റെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ OCD ഉണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പിന്നെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പം ഇതിങ്ങനെ കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടും അങ്ങനെ നിൽക്കും. പിന്നെ ഓക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എജു സ്റ്റോറിൽ പോയി കേട്ടോ, തളിപ്പറമ്പ്. അങ്ങനെ ഓള് കുറച്ച് ഐറ്റംസ് എല്ലാം മേടിക്കുന്ന വീഡിയോ ഞാൻ എടുത്ത്. ലാസ്റ്റ് നമ്മൾ 2 ചോക്ലേറ്റും മേടിച്ചു. ഡോക്ടർ ഒരാഴ്ചത്തേക്കുള്ള ഗുളിക തന്നിന്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉമ്മാനെയും കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ ഒരു അടിപൊളി ബസ് കയറി. അങ്ങനെ നമ്മൾ വിചാരിച്ചു പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 2-3 കടയിൽ കയറി കേട്ടോ. പക്ഷെ നമ്മൾ പിസ്സയല്ല കഴിച്ചത്. അതിന് പകരം വേറെ 2 ഐറ്റംസ്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഓളാന്ന് ഓർഡർ ചെയ്തിന്. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്തിട്ട് കഴിച്ച് ഒരു മൊജിറ്റോയും. നമ്മൾ എന്ത് ഫുഡ് മേടിക്കുന്നുണ്ടെങ്കിലും ഒരേ ഫുഡ് മേടിക്കാത്തതാണ് നല്ലത്. കാരണം വെറൈറ്റി മേടിക്കുമ്പോൾ നമുക്ക് വെറൈറ്റി ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ 2-3 പേരുണ്ടെങ്കിൽ എല്ലാം വെറൈറ്റി മേടിച്ചാൽ വെറൈറ്റി കഴിക്കാലോ. പക്ഷെ എനിക്ക് ആ മേടിച്ചതിൽ ഒരു ഐറ്റംസ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒന്ന് ഇഷ്ടപ്പെട്ടിന്, കുഴപ്പമില്ല. എനിക്ക് ടെൻഷൻ തെച്ചും ഫുഡ് വൈകുന്നതിനനുസരിച്ചിട്ട് എനിക്ക് എത്താൻ വൈകുമല്ലോ എന്ന്. കാരണം ഇന്നലെ ഞാൻ ജിമ്മിൽ ചേർന്നു, ഇന്ന് പോകുന്നു പറഞ്ഞു. ഇന്ന് വൈകിയാൽ എന്താ പറയുക, എന്തായാലും ലേഡീസിൻ്റെയും ബോയ്സിൻ്റെയും ഒന്നിച്ചിട്ടുള്ള ജിമ്മാണ്. അപ്പോൾ ലേഡീസ് എന്തായാലും കുറച്ച് നേരത്തെ പോകുമല്ലോ. ആ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഫസ്റ്റൊന്നും എനിക്ക് ചൂടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അത് കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേണമെന്നൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ ആസ്വദിച്ച് കഴിച്ചെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കറിയില്ല എൻ്റെ സംസാരം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, എൻ്റെ ഫോണിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായേ പറ്റൂ. എൻ്റെ മൈൻഡ് എനിക്ക് ഓക്കെ ആക്കി എടുക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവക്കെല്ലാം എന്താണ് പ്രശ്നം, ഇതൊക്കെ വലിയ പ്രശ്നമാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള തീവ്രത ഉണ്ട് കേട്ടോ. എൻ്റെ അനിയത്തി അലർജിക്കൊക്കെ തളിപ്പറമ്പ് കാണിക്കാൻ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഇവളെല്ലാം എന്തിനാ ഇങ്ങനെ അലർജിക്കൊക്കെ കാണിക്കാൻ പോകുന്നത്. അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഓരോരുത്തർക്കും അവരുടെ രോഗം അവർക്കേ മനസ്സിലാവും. ഇപ്പം ഞാൻ അനിയത്തിൻ്റെ ഒക്കെ ഹോസ്പിറ്റലിൽ വന്ന് കുറച്ച് സന്തോഷിച്ചു കേട്ടോ. അപ്പോൾ ആളുള്ളപ്പോൾ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. എന്നാലും എന്തെല്ലോ ചിന്തകൾ ഉണ്ടാവും. പക്ഷെ ആളില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ശ്രീകണ്ഠ
ശ്രീകണ്ഠപുരത്തേക്കുള്ള ബസ്സിനാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ശ്രീകണ്ഠപുരത്തുള്ള ബസ്സിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ തൊട്ട അയൽവാസിയും എൻ്റെ ചെറുപ്പത്തിലേ ഉള്ള കളിക്കൂട്ടുകാരിയായ രശ്മീനെ കണ്ട്. അങ്ങനെ ഞാൻ കുറേ ഗോസ്റ്റുകൾ കാണിക്കാൻ പറഞ്ഞു. ഓൾ അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്യും. ഞാൻ ശ്രീകണ്ഠപുരം എത്തുമ്പം ഏകദേശം 6:25 കേട്ടോ. ഞാൻ ജിമ്മിൽ പോയി നോക്കുമ്പോഴത്തേക്ക് 2 ലേഡീസേ ഉള്ളൂ, ബാക്കി തെച്ചും ബോയ്സ്. പിന്നെ എനിക്ക് തന്നെ ഒരു മടി, കാരണം അവർ ഒരു 1/4 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവരും പോകും. പിന്നെ ഞാൻ പറഞ്ഞു അവരോട് നാളെ തൊട്ട് വരാമെന്ന്. മിക്സഡ് ആയിട്ടുള്ള ജിമ്മാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചേർന്നിന്. പക്ഷേ നമുക്ക് ഒറ്റക്ക് ഒരു പെൺകുട്ടിയും മൊത്തം ബോയ്സും ആകുമ്പം നമുക്കൊരു ചമ്മൽ ഉണ്ടാവില്ലേ, അതുകൊണ്ടായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നാളെ തൊട്ട് ലേഡീസ് ഉള്ള സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇറങ്ങി. ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് കുറേ എന്താ പറയുക കൂട്ടിനസ് വാരി വിതറി ആ ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ദുആ ചെയ്യുക.